ഫസ്റ്റ് വരുന്നത്. ഡോക്ടർ, ആ ഒരാൾ വന്നിട്ടുണ്ട്, പറഞ്ഞേക്കട്ടെ. ആരാണാവോ ഫസ്റ്റ് വരുന്നത്? ഡോക്ടർ, മേ കമിങ്? ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആട്ടെ, എന്താ അസുഖം? ആട്ടയോ? ഞാൻ ആട്ടെ മൈദയൊന്നല്ല, എൻ്റെ പേര് ഭവ്യ എന്നാ. ആയിക്കോട്ടെ, ആട്ടെ മൈദേ ഗോതമ്പൊടി എന്തേലും ആയിക്കോട്ടെ. എന്താ നിങ്ങളെ അസുഖം എന്താ പറയേ? അല്ല, ഈ അസുഖം പറഞ്ഞ എന്താ ഡോക്ടറെ? അതാണ് എൻ്റെ ആദ്യത്തെ ഡൗട്ട്. അല്ല, ഡൗട്ട് ചോദിക്കാൻ വന്നതാ അതോ അസുഖം മാറ്റാൻ വന്നതാ? ഡൗട്ട് ചോദിക്കാൻ. അല്ല സോറി, അസുഖം മാറ്റാൻ. അല്ല, ഇവിടെ മരുന്നും വല്ലതും ഉണ്ടോ? ആശുപത്രിയിൽ മരുന്നല്ല പഴം പച്ചക്കറി വിൽക്കുവോ? അതൊക്കെ പോട്ടെ, നിങ്ങളെ പേരെന്താ? പേരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. പേര് ഭവ്യ, വയസ്സ് 18, ഹൈറ്റ് 150, വെയിറ്റ് 40. മതിയോ? ഇത്ര അറിഞ്ഞാൽ മതിയോ? ഓ, വയറ് നിറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഇത്ര കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, എല്ലാ ഡോക്ടർമാരും സ്ഥിരം തന്നെയല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇതന്നെ അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞു. അതിന് വല്ല കുഴപ്പമുണ്ടോ? അത് പറയുന്നത് നല്ലതൊക്കെയാണ്, പക്ഷെ അത് നിയമത്തിൽ എടുക്കത്തില്ല. കുഴപ്പമില്ല. നിയമത്തിൽ എടുക്കാൻ ഇത് കോടതിയും പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എനിക്ക് എൻ്റെ മരുന്നൊന്ന് എഴുതി തരുമോ? എനിക്ക് വേഗം വീട്ടിലെത്തണം. നിങ്ങൾക്ക് മാത്രമല്ല തിരക്ക്, എനിക്കും ഉണ്ട് തിരക്ക്. അവിടെ കണ്ടില്ലേ നിങ്ങൾ ക്യൂ നിൽക്കുന്നത്? അതൊക്കെ എന്നെ പരിശോധിക്കാനാണ്. അതൊക്കെ എപ്പോൾ കഴിയും? നിങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞ് വേഗം പോവാം. എനിക്കൊക്കെ എത്ര നേരം കഴിഞ്ഞിട്ടേ ഇനി എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഡോക്ടറായി നിൽക്കണോ? നിങ്ങൾക്ക് വീട്ടിൽ പോയി ഇരുന്നൂടെ? ഡോക്ടറായ കുറച്ചൊക്കെ ജോലി സ്ഥലത്ത് നിൽക്കണം. ഞാൻ എൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. ഇവരെ കൊണ്ട് ഇവർക്ക് വേഗം മരുന്ന് എഴുതി കൊടുക്കാം. എന്തായാലും ഇവർക്ക് ഒരു 10 ഇഞ്ചക്ഷൻ കൊടുക്കണം. എന്താ ഡോക്ടറെ പിറുപിറുക്കുന്നേ? അതിപ്പോൾ എന്താ നിങ്ങൾക്ക് അറിഞ്ഞിട്ട്? ഞാൻ എന്തായാലും ഇത് എഴുതുന്നുണ്ട്, അതൊന്ന് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മരുന്ന് എല്ലാതും കിട്ടും. ഒരു 10 ഇഞ്ചക്ഷനും കൂടി ഉണ്ടേ. അല്ല ഡോക്ടറെ, 10 ഇഞ്ചക്ഷനോ? അതൊക്കെ ഇത്തിരി ഓവറല്ലേ? അല്ല, 10 അല്ല, നിങ്ങളത്തെ പോലത്തെ ആൾക്കാർക്കൊക്കെ 100 ഇഞ്ചക്ഷനാണ് കൊടുക്കണ്ടേ. ഞാൻ എന്തായാലും കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്ര ഇഞ്ചക്ഷൻ ഓരോരോ ദിവസം കൊടുത്താൽ മതി. എന്തായാലും ഞാൻ ഈ ഷീറ്റ് അങ്ങോട്ട് തരാം. നിങ്ങളതേ അവിടെ നിന്ന് കൊടുത്തിട്ട് അവിടെ ഫാർമസിയിൽ നിന്ന് എന്തായാലും വേഗം വാങ്ങി വേഗം പോയിക്കോളൂ. ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. ഡോക്ടറെ, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇത് 10 ഇഞ്ചക്ഷൻ ഒന്ന് കുറച്ചിട്ട് ഒരു 4 ആക്കി തരുമോ പ്ലീസ്? എന്നാൽ ഞാൻ 10 ഇഞ്ചക്ഷനിൽ 4 ഇഞ്ചക്ഷൻ ഇപ്പം അടിച്ചാൽ മതി. ബാക്കി 6 നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. കാരണം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കുത്താലോ. പ്ലീസ് ഡോക്ടറെ. ഒന്ന് എണീച്ച് പോകുന്നുണ്ടോ? അയ്യോ ഡോക്ടറെ, ഇതിലെന്ത് ഈ ചക്ക കൂട്ടാൻ വരിക വെച്ച പോലെ എഴുതി വെച്ചേക്കുന്നത്? നിങ്ങക്ക് ചക്ക കൂട്ടാനല്ല ബിരിയാണി തരാം. ബിരിയാണിന്റെ ഒപ്പം സാലഡ് കൂടി വെക്കോ? സാലഡ് കിട്ടത്തില്ല, അത് നിങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളിയിലോ? അല്ല, എന്റെ പൈസ എവിടെ? ഡോക്ടറെ വിളിച്ചോ? എന്തിനാ വിളിച്ചേ? അല്ല, എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. പൈസ തരാനായിരുന്നു ഡോക്ടറെ. അതെ, പൈസ 2 രൂപയോ? 2 രൂപയും തന്നിട്ട് ഒരു കാര്യമല്ല. 2 രൂപ പിന്നെ എത്ര വേണ്ട? എനിക്ക് 100 രൂപയോ അല്ലാതെ 600 രൂപയോ വേണ്ട. ചീട്ട് എടുത്തപ്പോ തന്നെ ഞാൻ തന്നില്ല. അല്ലല്ലോ, 600 രൂപ വേണം. എന്താ ഡോക്ടർ? 600 രൂപ. എന്നാ നിങ്ങൾ പോയിക്കോ, ഇനിയും കാണാം. ഞാൻ പോവുകയാണേ. അല്ല, ഞാനെന്തിനാ അവർക്ക് പൈസ കൊടുത്തേ? എനിക്കാണോ ലാഭം അവർക്കാണോ ലാഭം? എന്തായാലും പോയത് പോട്ടെ, നമുക്ക് എന്തായാലും വീട്ടിലെത്തിയാൽ ഞാൻ അങ്ങനെ ഒരു മൂർഖനെ പറഞ്ഞു വിട്ടു. ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ആള്. ഇനി ഇങ്ങനത്തെ ഒരു ജോലി ഇനി ആരെങ്കിലാണോ വരുന്നത്? അവരെങ്കിലും നല്ലതാണേ.